നല്ല കോമഡി എൻ്റർടൈൻമെൻറ്റ് എന്ന സിനിമയാണ്. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ പടം. സൂപ്പർ സിന്ദഗി കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫ്ലിക്ക്. ധ്യാൻ്റെയും നമ്മുടെ മുകേഷിൻ്റെയും കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. തമാശ, മുകേഷ് നല്ലൊരു ഫൺ വൈബുള്ളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരേഷ് കൃഷ്ണനാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സോടത്താണ് സുരേഷ് കൃഷ്ണൻ വരുന്നത്. അത്യാവശ്യം മാസി എന്നൊരു പൊട്ടൻ കഥാപാത്രം, പക്ഷെ പുള്ളി ഒരു നല്ല വൈബായിരുന്നു. സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ടായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ നിങ്ങൾക്കൊന്ന് കണ്ട് ചിരിച്ചു മറന്നാൻ പറ്റിയൊരു ധ്യാൻ പടം. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ പടം. പ്രൊമോട്ട് ചെയ്തപ്പം പറഞ്ഞ കാര്യം ശരിക്കും നടന്ന സ്റ്റോറി അതേപോലെ തന്നെ അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസിഡൻസ് പറ്റി പറഞ്ഞാൽ നമ്മൾ കള്ളപ്പണമല്ല സ്വർണം തട്ടിപ്പ്, നിധി കിട്ടി, അതിനകത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിലല്ലേ പുറത്ത് ഈ പറഞ്ഞ കർണാടക ആ ഒരു റേഞ്ചിലത്ത് കുറേ നടന്ന സംഭവങ്ങളുടെ ഒരു എസൻസ് എടുത്തിട്ട് അത് ഒരു മൂവി രീതിയിലാക്കി വെച്ചൊക്കെയാണ്. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നില്ല. അപ്പോൾ ആ ഒരു ട്രൂ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടൊരു തമാശപ്പടം. നിങ്ങൾ വേണ്ട പറയാം. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അഭിനയിച്ചിട്ടുണ്ട് ഞാനതിൽ. ഫസ്റ്റ് മലയാളം ഡെബ്യൂവാണ്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ പ്രേക്ഷകർ വേണം. ഇനി അങ്ങോട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സൂപ്പറായിരുന്നു, അടിപൊളി, ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടമായി. നിങ്ങൾ കണ്ടില്ല? കാണാൻ കയറും. നന്നായിട്ടുണ്ട്, നല്ല പടമാണ്. എക്സ്പെഷ്യലി ഇതൊരു ട്രാവൽ ജേണിയും മാത്രമല്ല, ഇതൊരു നടന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കുക എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ്. ഇനിയും ഇതുപോലെ ആൾക്കാർ പോയിട്ട് അപകടത്തിൽ പെടാണ്ടിരിക്കട്ടെ അല്ലേ. നിധി അല്ലെങ്കിൽ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, നക്ഷത്ര ആമ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓടിപ്പോണ ഒരു ഇത്. അപ്പോൾ അതിലേക്ക് ഇനി ആൾക്കാർ പോകാണ്ടിരിക്കുക, കുറച്ചും കൂടി കെയർഫുൾ ആവുക എന്നുള്ളൊരു മെസ്സേജാണ് ഈ സിനിമയിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ പോയിട്ട് കാണുക, തിയേറ്ററിൽ തന്നെ കാണുക. എല്ലാവരുടെയും ലൈഫ് സൂപ്പർ സിന്ദഗി ആവട്ടെ. യെസ്, ഇത് കോമഡി ഉണ്ട്, അതുപോലെ തന്നെ ഇതൊരു ട്രാവൽ ജേർണിയാണ്. പിന്നെ കുറച്ചൊരു നമ്മൾ ബാംഗ്ലൂരിൽ, എൻ്റെ ഷൂട്ടൊക്കെ ബാംഗ്ലൂരിലായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പാർട്ടി കാര്യങ്ങളുമൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. പിന്നെ ഒരു മനുഷ്യൻ്റെ ടെൻഷനാണ്, ഒരു പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്തും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയാണ് കാണിക്കണം. അത് എല്ലാവർക്കും വരാം. അപ്പോൾ ഇങ്ങനെ അപകടത്തിൽ ആരും പോയി ചാടാതിരിക്കാം അല്ലേ. അത് റൈറ്ററിൽ സംഭവിച്ചാണ് പോലെ. റൈറ്ററാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. റൈറ്റർ നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിതുവരെ ആ ഒരു എനിക്ക് തോന്നുന്നില്ല വന്നിട്ടുണ്ടോ മുൻപേ ഇവരെ ഇല്ല. അതൊരു രസമായിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി ശ്രീനിവാസൻ സാറും മുകേഷ് സാറും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ധ്യാൻ ചേട്ടൻ മുകേഷ് സാറിനെയൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം, ഇനിയും സിനിമകളെ വിജയിപ്പിക്കാം. ഇപ്പം നമുക്കൊരു കുറച്ചൊരു വിഷമുള്ള സമയമാണ്. വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റുന്നവരൊക്കെ പോവാം. അതുപോലെ നമുക്ക് അവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോൾ എല്ലാവരും അവിടെ പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ശരിക്കും ആവശ്യം വരുന്നത്. എല്ലാവരും ഒരു മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. അവരൊക്കെ പൂർവാധികം ശക്തിയോടെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ. ഇനി ഇങ്ങനെ ഒരു കെലാമിറ്റി ഉണ്ടാവാതിരിക്കട്ടെ. അത് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലേ. എന്നാലാണ് നമ്മൾ ഒരു സന്തോഷത്തോടെ. ഇപ്പോൾ പ്രമോഷനൊക്കെ പോകുമ്പോൾ പോലും ഞങ്ങൾക്കൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. നമുക്കൊരു സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളും നേച്ചറിനോട് കുറച്ച് കൈൻഡ്നെസ് ഒക്കെ കാണിക്കാം അല്ലേ. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു സോ മച്ച്.